السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته الفائزين برضا الله. أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായമായ സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഒരുക്കിവെച്ചിട്ടുള്ളത് എന്ന വചനം ഇത് അവതരിച്ചപ്പോൾ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, നാളേക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ പലതും ഞങ്ങൾ കരുതി വെക്കാറുണ്ട്. എന്നാൽ ഏറ്റവും ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സമ്പത്ത് ഏതാകുന്നു? അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദഹു. ഏതാണ് നാളേക്ക് വേണ്ടി സൂക്ഷിക്കുവാൻ, ഒരുക്കി വെക്കുവാൻ ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, 3 വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞാൽ അതാണ് നശിക്കാത്ത സമ്പാദ്യമായിക്കൊണ്ട് നാളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക. ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന നാവ്. വഖൽബുൻ ഷാക്കിറുൻ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള മനസ്സ്. വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, വിശ്വാസ വിഷയങ്ങളിൽ തന്റെ കൂടെ സഹകരിക്കുന്നവരെയാണ്. ഇത് 3 ലഭിച്ചാൽ അതാണ് ജീവിതത്തിലെ നശിക്കാത്ത സമ്പാദ്യം. സഹോദരങ്ങളെ, നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പണ്ഡിതനായിരുന്നാലും പാമരനായിരുന്നാലും സമ്പന്നനായിരുന്നാലും ദരിദ്രനായിരുന്നാലും സ്വദേശത്തുള്ളവനും വിദേശത്തുള്ളവനും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന വിഷയം നമ്മുടെ നാവ്. അതിനെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, കാരണം ഒരു ഹജ്ജ് ചെയ്യണമെന്നോ ഉംറ ചെയ്യണമെന്നോ മറ്റേതെങ്കിലും കർമ്മമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് എത്ര ആൾക്ക് സാധിക്കും? അതുകൊണ്ട് തന്നെ ഒരുങ്ങുക. ഇന്ന് തന്നെ നാളേക്ക് വേണ്ടിയുള്ള നശിക്കാത്ത സമ്പാദ്യം അതൊരുക്കി വെക്കുന്നതിന്, നിക്ഷേപിക്കുന്നതിന് നാം തയ്യാറാകുക. പാരത്രിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ പരിഗണന നൽകും എന്ന് പറഞ്ഞപ്പോൾ അവിടെയും വറജുലുൻ സക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന ആളുകൾ, അവർക്ക് അർശിന്റെ തണൽ നൽകി അള്ളാഹു അവരെ ആദരിക്കും എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെയും തന്നെ നീ മരണപ്പെടുന്നത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നൊരു നാവുമായി കൊണ്ടാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പയുടെ അടുക്കൽ വന്ന് തന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഒരടിമയെ പറഞ്ഞയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, മദീന പള്ളിയുടെ വരാന്തയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രയാസപ്പെടുന്നവർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ മകളെ, നിനക്ക് വേണ്ടി ഒരടിമയെ നൽകിക്കൊണ്ട് നിന്റെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ അത് ഉപ്പാക്ക് സാധ്യമല്ല. പക്ഷേ ഒരു കാര്യം അറിയിച്ചു തരാം. അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാ ഫഹുവ ഖൈറുൻ ലകുമാ മിൻ ഖാദിമിൻ. ഒരു ജോലിക്കാരനെ തന്നുകൊണ്ട് നിന്റെ വിഷമങ്ങൾ ലഘൂകരിക്കുന്നതിനേക്കാൾ ഖൈറായ ഒരു വിഷയമാണ് ഉറങ്ങാൻ സമയത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ഇത് പറയാൻ കഴിഞ്ഞാൽ അതാണ് നിനക്ക് ഏറ്റവും ഖൈർ എന്ന് ഓർമ്മപ്പെടുത്തി. ദുനിയാവിന്റെ വിഷയങ്ങളിലും നമ്മുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുവാനും നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് സാധിക്കും എന്നാണല്ലോ ഇവിടെ പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത്, അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ളത്, നിങ്ങളുടെ പദവികൾ ഉയർത്താൻ കഴിയുന്നത്, സ്വർണവും വെള്ളിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ, രണാങ്കണത്തിൽ ഇറങ്ങി ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തുന്നതിനേക്കാൾ ഏറ്റവും ഹൈറായിട്ടുള്ള വിഷയമാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരു നാവ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത്. പ്രവാചകന്റെ മുൻഗാമികളിൽപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു എന്ന റബ്ബിന്റെ വചനം
നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാളേക്ക് വേണ്ടി നശിക്കാത്ത സമ്പാദ്യമായ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന നാവ് അതൊരുക്കി വെക്കുവാൻ നാം സമയം കാണുക, ഒരുങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബ രംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.